സൈലന്റ് റിലേഷൻഷിപ്പ് സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആ ഒരു വാക്ക് നമുക്കൊരു ഒരു പുതിയ വാക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ കാണുന്ന പലരിലും വളരെ സൈലന്റ് ആയി കിടക്കുന്ന ഒരു സിൻഡ്രോമാണ് ഈ സൈലന്റ് റിലേഷൻഷിപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നമ്മൾ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷെ അവരുടെ ഇടയിൽ അവരറിയാതെ ഒരു സൈലൻസ് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് റെഫർ ചെയ്തിട്ട് പേഷ്യൻ്റ് വരുന്നുണ്ടായി. അപ്പോൾ അവർ സുഹൃത്ത് ഡോക്ടറാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഒരു ലേഡി, ഒരു ടീച്ചറാണ്, 40കളിലാണ് പ്രായമുള്ളത്, അവർ റെഗുലറായിട്ട് വരുന്നുണ്ട്. ഇയാൾ വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തു, തലയിൽ വ്യത്യസ്തമായിട്ടുള്ള എണ്ണകളൊക്കെ കൊടുത്തു, മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം ചികിത്സിച്ചു. ബാക്കിയെല്ലാം ബാക്കിയുള്ള റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്. പക്ഷെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല. അവസാനം എന്തോ ഒരു മാനസികമായിട്ടുള്ള എലമെൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തത്. അങ്ങനെ റെഫർ ചെയ്ത സമയത്ത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണ് വന്നത്. സാധാരണഗതിയിൽ മറ്റേ ഡോക്ടറെ കാണിക്കാൻ ഭാര്യ മാത്രമാണ് പോവാറ്. ഇവിടേക്ക് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നു. രണ്ടുപേരും വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ശാന്തമായിട്ടും വളരെ സൗമ്യമായിട്ടും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ ഹാപ്പിയാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് രണ്ട് പേരും ഇത്രയും നല്ല സംസാരിക്കുക. ഈ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ അത്രയും റെഗുലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. മറിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് അവർ വാദം സംസാരിക്കുകയായിരുന്നു, പരസ്പരം കുറ്റം പറയുകയായിരുന്നു. അപ്പോൾ വിശദമായിട്ട് നമ്മൾ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വർഷങ്ങളായി. ഇവരുടെ ഇടയ്ക്ക് ഈ ഒരു സൈലൻസ്, അത് എവിടെയോ വെച്ചിട്ട് പാളിപ്പോയൊരു ഒരു ബന്ധമായിരുന്നു ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു ശരിക്കും ഈ സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കും നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിരവധി സെഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരെ ഒന്ന് ശരിയാക്കി എടുക്കാനും പറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ ഒരു മുടി കൊഴിച്ചിലും മാറിയത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാണുന്ന ആൾക്കാരിൽ, നമ്മൾ കാണുന്ന കപ്പിൾസിൽ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. പക്ഷേ ഈ സൈലന്റ് റിലേഷൻഷിപ്പ് സിൻഡ്രോം എന്ന് പറയുന്നൊരു സംഗതി വളരെ അത്രയ്ക്കും നമ്മൾ പ്രചാരത്തിലുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായിട്ട് അത് ആരാണോ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ എൻ്റെ റിലേഷൻഷിപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് അവരെന്തെങ്കിലും തെറാപ്പിക്ക് പോകും, അവരുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആകും. അല്ലാത്ത ആൾക്കാർ ഇത് സഹിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്.